രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൻ്റെ 4-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി രക്ഷാകർതൃത്വം ഒരു പാവനമായ ഒരു കടമയാണെന്നും ഒരു കുട്ടിയുടെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ വളർച്ചയിലെ നാഴികക്കല്ലാകുന്ന ഇടപെടലുകൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് വളരെ കുറച്ച് സമയം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. രക്ഷാകർതൃത്വവും ആശയവിനിമയത്തിൻ്റെ ചില ശീലങ്ങളും എന്നുള്ളതാണ് ഇന്നത്തെ തീം. ആശയവിനിമയം അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളുമായി ഉള്ള ഇടപെടലുകളിലെ ആശയവിനിമയത്തിൻ്റെ ചില സാധ്യതകളും ഈ ആശയവിനിമയം കൊണ്ട് ഒരു കുട്ടിയിൽ എങ്ങനെ അവൻ്റെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്നു എന്നുള്ള ചിന്തകളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ശരിക്കും അതിനു മുമ്പ് ആമുഖമായി ഒരു കുട്ടിയുടെ വളർത്തലിൽ മാതാപിതാക്കൾക്കുള്ള ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടതുണ്ട്. മാതാവോ പിതാവോ ആകാൻ ആഗ്രഹിക്കുന്ന ആരും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ ഒരു അവസ്ഥയാണത്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാലഘട്ടമാണ് ഒരു കുട്ടി എന്നുള്ള അവസ്ഥ. വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും വളരെ പെട്ടെന്ന് ഒരു മിന്നായം പോലെ മറയുകയും ചെയ്യുന്ന, ഒരു മിന്നൽ പോലെ മാത്രം അവശേഷിക്കുന്ന മനോഹരമായ ഒരു ചെറിയ കാലഘട്ടമാണ് ഒരു കുട്ടി എന്നുള്ളത്. ബാക്കി ജീവിതത്തിലുള്ള എല്ലാ കാലഘട്ടവും ഒരു യൗവനമാണെങ്കിലും വാർദ്ധക്യമാണെങ്കിലും ഒക്കെ വളരെയേറെ വർഷങ്ങൾ നീണ്ടതാണെങ്കിൽ കുട്ടി എന്ന് വിളിക്കാവുന്നത് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എന്ന നിലയിൽ നമ്മുടെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തെ വളരെ ഭംഗിയായി നിർവഹിക്കേണ്ട ഒരു ചുമതല മാതാപിതാക്കൾ എന്ന നിലയിൽ മാതാപിതാക്കൾ ആകാൻ ആഗ്രഹിക്കുന്നവർ എന്ന നിലയിൽ വളരെ അധികമുണ്ട് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു വളർച്ചയുടെ ഒരു കാലഘട്ടമാണ്. ഒരു ചെറിയ ഒരു 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 ചെടി പോലും നട്ട് ആ ചെടി സംരക്ഷിച്ച് ആ ചെടി ഒരു പൂ ഉണ്ടാകുന്നിടം വരെയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ഒരവസ്ഥയുണ്ടല്ലോ. ഒരു കുട്ടിയെ സംബന്ധിച്ചും നമ്മുടെ അടുത്ത് വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തി പരിപാലിച്ച് ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന ഒരു ചെടിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ട്, ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ ആസ് ദെയർ ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ ആസ് ദെയർ ഓൺ. ഇഫ് വി പ്ലാൻഡ് ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ. നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രമേ വരുള്ളൂ. ചീത്ത കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് വളർന്നോളും. ഒരു ചെടി നട്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ആ ചെടി ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് വരുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ലൊരു ഗാർഡൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ പുറകിൽ നല്ലൊരു തോട്ടക്കാരൻ ഉണ്ടല്ലോ എന്ന്. ഒരു തോട്ടക്കാരൻ്റെ റോളാണ് പേരൻസിൻ്റെ ഈ ഒരു റോളെന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് ആവശ്യ കമ്പുകളൊക്കെ നിർത്തി, അതല്ലെങ്കിൽ വളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു തോട്ടക്കാരൻ എങ്ങനെ തൻ്റെ സസ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നോ അതുപോലെ ഒരു കുട്ടിയുടെ ചുറ്റും ഒരു തുറന്ന കണ്ണുമായി തുറന്ന മനസ്സുമായി സ്നേഹത്തിൻ്റെ അവസ്ഥയുമായി നിൽക്കുന്ന ഒരു തോട്ടക്കാരൻ്റെ റോളിലാണ് ഓരോ മാതാവും പിതാവും നിൽക്കുന്നത്. മറ്റൊരു കാലമുള്ളത് ഒരു തലമുറയുടെ സൂക്ഷ്മ സുഷുപ്തിയുടെ ഒരു അവസ്ഥയാണ് ഓരോ കുട്ടിയിലൂടെയും ഉണ്ടായി വരുന്നത്. നമ്മൾ ഓരോ കുട്ടിയെ വളർത്തുമ്പോഴും നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. ശരിക്കും കുട്ടി നന്നാവാം, മോശമാകാം, കുട്ടി ചീത്തയാകാം, കുട്ടി പഴച്ചു പോകാം. പക്ഷേ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരവസ്ഥ നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തലമുറ നമ്മളിലൂടെ ഒരു കുട്ടിയിലൂടെ ഇങ്ങനെ തുടരുന്നതിൻ്റെ ഒരവസ്ഥയാണ്. ശരിക്കും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കലാണ് നമ്മുടെ ഒരു പരാജയം എന്ന് പറയുന്നത്. കുട്ടിയെ നമ്മളെപ്പോലെ ആക്കാനുള്ള ഒരു ശ്രമം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖലീൽ ജിബ്രാൻ്റെ ഒരു കൊട്ടേഷൻ നമ്മളെപ്പോഴും ഓർക്കും. ശരിക്കും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല. നിങ്ങൾക്ക് കുട്ടികളെപ്പോലെ ആകാൻ ശ്രമിക്കാം, നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. കാരണം ജീവിതം ഒഴുകുന്നത് പിന്നോട്ടല്ല മുന്നോട്ടാണ് എന്ന്. നമുക്ക് കുട്ടികളെപ്പോലെ ആകാൻ ശ്രമിക്കാം. കുട്ടികളുടെ നന്മകൾ നമ്മളിലേക്ക് സ്വീകരിക്കപ്പെടാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എങ്ങനെയോ നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കും. ഞാൻ ഇങ്ങനെയായിരുന്നു, നീ അതുപോലെ അങ്ങനെ ആകണം. എനിക്ക് മാർക്ക് കുറവായിരുന്നു, അത് കാരണം നീ കൂടുതൽ മാർക്ക് മേടിക്കണം. എനിക്ക് ഇന്നത് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ അത് പഠിക്കണം. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയെടുത്ത ചില സമ്പത്തുണ്ട്, അതൊക്കെ നീ ആയിട്ട് തുടരണം.
എന്നെപ്പോലെ എൻ്റെ കുട്ടിയെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നിടത്ത് ഒരു നദി തിരിച്ചൊഴുകലിൻ്റെ ഒരു വൈരുദ്ധ്യത്തിൻ്റെ ഒരു സംഗതി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏത് നദിയും താഴോട്ട് ഒഴുകുന്നത് പോലെ നമ്മുടെ കുട്ടികളെ നോക്കി നമുക്ക് കുട്ടികളാകാൻ ശ്രമിക്കാം, കുട്ടികളെ പോലെയാകാൻ ശ്രമിക്കാം, കുട്ടികളുടെ മനസ്സിലേക്ക് വരാൻ ശ്രമിക്കാം. ഒരുപക്ഷെ ഈ രക്ഷാകർതൃത്വം എന്ന ഈ ഒരു കോഴ്സ് തന്നെ അതിൻ്റെ ലക്ഷ്യം തന്നെ നമുക്കെങ്ങനെ കുട്ടികളെ പോലെ ആകാം എന്നുള്ളതാണ്. കുട്ടികളുടെ മനസ്സുള്ളവരായിപ്പോൾ എങ്ങനെ മാറാൻ പറ്റും? നമുക്കൊരു വലിയ മനുഷ്യൻ്റെ, വലിയൊരു രക്ഷകർത്താവിൻ്റെ എല്ലാവിധ ആശങ്കകളും ആകുലതകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ആത്മീയ സുഖങ്ങളുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഉയർന്ന പടവിലേക്ക് നിൽക്കുന്ന ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഉത്തുംഗമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നിടത്തു നിന്ന് ഒരു കുഞ്ഞിൻ്റെ നിർമ്മലമായ മനസ്സിലേക്ക് തിരിയെപ്പോക്കലാണ് യഥാർത്ഥ രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വേണം രക്ഷാകർതൃത്വത്തിൻ്റെ പാവനമായ അവസ്ഥയെ നമ്മൾ ആശയവിനിമയത്തിൻ്റെ അടരുകളിലൂടെ കാണുക എന്ന് പറയുന്നത്. ആശയവിനിമയം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഭാഷ ഒരു ഘടകമാണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു ഘടകമാണ്, നമ്മൾ പ്രദർശിപ്പിക്കുന്ന എന്തും ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. ഈ ആശയവിനിമയത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ വ്യക്തിത്വത്തെ വിലമതിക്കുന്ന ഇടപെടലുകൾ എന്നുള്ളതാണ്. വ്യക്തിത്വത്തെ വിലമതിക്കുന്ന ഇടപെടലുകൾ. ചില മനുഷ്യരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. കുറ്റം പറഞ്ഞുകൊണ്ട് നിന്നിൽ ഒരു നല്ലതും എനിക്ക് കാണാനില്ല, നീ എന്താ ഈ ഒരു നല്ലതായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ കുറ്റം മാത്രമുള്ള ഒരു രീതിയിലേക്ക് പുറകെ നടക്കുക. നമ്മളെയൊക്കെ മക്കൾ അങ്ങനെയുള്ളവരെ നാഗിങ് എന്ന് വിളിക്കും. നാഗിങ് പേരൻസാണ്. കുറ്റം മാത്രം കണ്ടുപിടിക്കുക. എന്ത് ചെയ്താലും കുറ്റമേ ഉള്ളൂ. ഗ്ലാസ് എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ചാൽ നമ്മൾ പറയും നീ അല്ലേലും അങ്ങനെയാണ്, നീ എപ്പം ഗ്ലാസ് തൊട്ടാലും പൊട്ടിക്കും. ചെടിയുടെ കമ്പൊടിച്ചാൽ പറയും നിൻ്റെ പന്ത് കൊണ്ട് എപ്പോഴും എൻ്റെ ചെടി നശിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയും. നമ്മുടെ പുസ്തകത്തെ വെള്ളം ഒഴിച്ചാൽ പറയും നീ എപ്പോഴും എൻ്റെ പുസ്തകം നശിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയും. നമ്മുടെ കമ്പ്യൂട്ടർ കേടാക്കിയാൽ പറയും നിനക്ക് കമ്പ്യൂട്ടർ കേടാക്കാനല്ലേ അറിയത്തുള്ളൂ എന്ന് പറയും. എപ്പോഴും നമ്മളറിയാതെ കുറ്റപ്പെടുത്തലിൻ്റെ മാത്രം സ്വരങ്ങൾ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഭവനത്തിൽ ആത്മവിശ്വാസമില്ലാത്ത കുട്ടികളുടെ ജനനം സംഭവിക്കുമെന്ന് പറയാറുണ്ട്. ആത്മവിശ്വാസക്കുറവ് ഈ കുറ്റപ്പെടുത്തലിലൂടെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ വീക്ക്നെസ്സസ് എന്നൊന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഒരു പരിമിതികൾ, ബലഹീനതകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? NLPയുടെ ശാസ്ത്രം നിങ്ങൾക്കറിയാം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൽ വളരെ ഏറെ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. വീക്ക്നെസ്സസ് ആർ നോട്ട് ആക്ച്വലി ദ വീക്ക്നെസ്സസ് അല്ല. ബലഹീനതകളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ബലഹീനതകളല്ല. ബലഹീനതകളെന്ന് പറഞ്ഞാൽ എവിടെയോ ഉള്ള വലിയ എനർജിയിലേക്കുള്ള, വലിയ ഊർജത്തിലേക്കുള്ള ഒരു വാതായനങ്ങളാണ് വീക്ക്നെസ്സസ് എന്ന് പറയുന്നത്. ഒരു വീക്ക്നെസ് എൻ്റെ കുട്ടിക്കുണ്ടെങ്കിൽ, എൻ്റെ കുട്ടിക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ എവിടെയോ ഇരിക്കുന്ന വലിയ ഊർജ സ്രോതസ്സിലേക്കുള്ള ഒരു വാതായനമായി ഈ വീക്ക്നെസ്സസിനെ എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ നമുക്ക് തോന്നും ഇവൻ്റെ ബലഹീനതകൾ എന്നെ ശല്യം ചെയ്യുന്നില്ല, ഞാനിവനെ കുറ്റപ്പെടുത്തണ്ട, ഇവൻ്റെ പുറകെ ഇങ്ങനെ നാഗിങ്ങായിട്ട് നടക്കേണ്ട ആവശ്യമില്ല. വ്യക്തിത്വത്തെ ഇടിച്ച് തകർക്കുന്ന ഇടപെടലുകൾ. നിന്നെ കണ്ടാൽ എന്തിനു കൊള്ളാം? ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറയുമായിരുന്നു, അവൻ നല്ല പൊക്കമുണ്ട്. ഉള്ളപ്പോൾ ക്ലാസ്സിൽ സാറന്മാരൊക്കെ വന്നിട്ട് ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ വരുമ്പോൾ അവനോട് ചോദിക്കുമത്രേ, നീ കാലമാടനെ പോലെയാണല്ലോടാ ഇരിക്കുന്നത്, പിന്നെ ഈ ഉത്തരവൊന്നും നിനക്കറിയത്തില്ലല്ലോ. അപ്പം എന്നോട് പറയുക, സാറേ എൻ്റെ പൊക്കം എൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായതല്ലല്ലോ. ശാരീരികമായ അവൻ്റെ അവസ്ഥകളെ ചെറുതാക്കി കാണിക്കൽ, പൊക്കം കൂടിയാലും പൊക്കം കുറഞ്ഞാലും ഒക്കെയുള്ള അവസ്ഥകളെ ചെറുതാക്കി കാണിക്കുക. അധ്യാപകരായാലും ചിലപ്പം പേരൻസ് ആയാലും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവനെപ്പറ്റിയുള്ളൊരു ബോധ്യത്തിന് ഒരു വലിയ തകർച്ച സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ അവമതിക്കൽ കൊണ്ടുണ്ടാകുന്ന ഒരു നിസ്സഹായതയുണ്ട്. ശരിക്കും നമ്മളോടുള്ള നിസ്സഹായൻ്റെ നിലവിളിയാണ് ശാപം എന്ന് പറയുന്നത്. അത് മാതാപിതാക്കളെ പിന്തുടരും എന്ന് വേണം പറയാൻ. നമ്മളെടുത്ത് ഈ ഒരു ചെറിയ പിള്ളേരുടെ ബലഹീനതകളെ ഉയർത്തി പറഞ്ഞ് ഇവരെ പുറകെ നടക്കുമ്പോൾ ഇവൻ്റെ ഉള്ളാലെ നമ്മളെ ശാപിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പേരൻസിനെ ആണല്ലോ എനിക്ക് കിട്ടിയത്, എന്നെപ്പറ്റി നല്ലത് പറയാനൊന്നുമില്ലല്ലോ. ഈ നിസ്സഹായത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നിസ്സഹായത ഒരു നിലവിളിയാണ്. ശരിക്കും നിസ്സഹായൻ്റെ നിലവിളിയാണ് ശാപമായിട്ട് നമ്മളെ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കുറച്ചും കൂടി വ്യക്തിത്വത്തിന് വിലയുള്ളവരാക്കി മാറ്റാനുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. പിള്ളേരെ റെസ്പെക്റ്റ് ചെയ്യുക. പണ്ടൊക്കെ മുതിർന്നവരെയും അധ്യാപകരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കണം എന്ന് പറയും. ഇപ്പോൾ ശരിക്കും പിള്ളേരും റെസ്പെക്റ്റ് ആഗ്രഹിക്കുക.
സാംസ്കാരികമായ വ്യത്യാസങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ പിള്ളേരും ഇപ്പോൾ റെസ്പെക്റ്റ് ആഗ്രഹിക്കുക. റെസ്പെക്ട് ദ പ്രൈവസി, റെസ്പെക്ട് ദ ഡിഗ്നിറ്റി, റെസ്പെക്ട് ദ ജെൻഡർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഒരു വീടിനകത്ത് മുറിക്കകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു പക്ഷേ ഒരു കളിപ്പാട്ടം ഒന്ന് റീമേക്ക് ചെയ്യുകയാകാം, അല്ലെ അവൻ്റെ പൊട്ടിപ്പോയ അവൻ്റെ പേന ഒന്ന് വീണ്ടും അത് കൂടുതൽ പൊട്ടിക്കുകയായിരിക്കാം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് റഷായിട്ട് അവൻ്റെ മുറിയിലോട്ട് ചെന്നിട്ട് എന്നതാടാ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കൽ അവൻ്റെ പ്രൈവസിക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് വേണം പറയാൻ. നമ്മൾ കുട്ടികളെ കുറച്ചും കൂടെ റെസ്പെക്റ്റ് ചെയ്താലോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വാതിലിലൊന്ന് കൊട്ടിയിട്ട് മോനെ ഞാനൊന്ന് വന്നോട്ടെ, നീ എന്നാ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ വലിയൊരു മനുഷ്യനായി എന്ന് അവന് തന്നെ തോന്നും. വലിയൊരു മനുഷ്യനാണ് ഞാൻ എന്ന് തോന്നാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്ന ഒരിക്കലും നമ്മൾ സമ്മതിച്ചു തരാൻ തയ്യാറല്ല. നമ്മൾ ഉള്ളിലൊക്കെ വലിയ മനുഷ്യരാണെന്നും ഉള്ളിലൊക്കെ ഈ ലോകം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചിട്ട് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാനുള്ള ഊർജം എൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നെന്നുള്ള ഒരു ക്രിയാത്മക ശേഷിയുടെ പ്രകടനം കൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് ഉന്നതയിൽ ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. നമ്മളെ ഒന്നും ചെറുതാക്കാൻ ആർക്കും പറ്റില്ല. നമ്മൾ കുട്ടികളെ ചെറുതാക്കുന്നതോ നിന്നെ എന്തിനു കൊള്ളാം എന്ന് ചോദിക്കുമ്പോൾ അട്ട ചുരുളുന്നത് പോലെ നമ്മുടെ മുന്നിൽ ചുരുണ്ടു വരുമ്പോൾ ആ നിസ്സഹായൻ്റെ നിലവിളി ഒരു ശാപമായി നമ്മളെ മാറില്ലേ എന്ന് ആണ് ഞാനിവിടെ പ്രത്യേകിച്ച് ചിന്തിച്ചു പോകുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെയുള്ള ബലഹീനതകളെ, ചിലർ മുമ്പ് നന്നായിട്ട് പഠിക്കണമെന്നില്ല, ചിലർ നല്ലതായിട്ട് മാർക്ക് വാങ്ങിക്കണമെന്നില്ല, ചില ആൾക്കാർക്ക് കുഞ്ഞായിരിക്കും, ചിലർ വലിയവരായിരിക്കും, നിറമുണ്ടായിരിക്കും, ഇല്ലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ അവരുടെ വ്യക്തിത്വത്തിനെ ത്യജിക്കുന്ന, വ്യക്തിത്വത്തിനെ അപ്പാടെ മോശമാക്കുന്ന പ്രവൃത്തികൾ, വാക്കുകൾ നമ്മുടെ ആശയവിനിമയത്തിലൂടെ ഉണ്ടായാൽ അവർ ഏറെ പ്രതിസന്ധികളിലേക്ക് വരും. ചില കുട്ടികളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരുടെ ആകൃതിയെക്കുറിച്ച് ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിന്നെ കാണാൻ കൊള്ളാം, നീ നല്ല മിടുക്കനാടാ, നിനക്ക് ഇച്ചിരി നിറം കുറവാണല്ലോ, നിൻ്റെ മുഖത്തിനൊരു സൗന്ദര്യം ഉണ്ടടാ, നിൻ്റെ കണ്ണിനൊരു ഭംഗിയുണ്ട് മോനെ, നിൻ്റെ ഈ പൊക്കമുണ്ടല്ലോ ഇത് നിൻ്റെ സമ്പത്താടാ, നിൻ്റെ ഈ ഒരു മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ അത് നിന്നെ എല്ലായിടത്തും വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് പോലെ ഇവൻ്റെ ആ ഒരു എനർജിയെ ബൂസ്റ്റ് ചെയ്യിക്കുന്ന ചില ആൾക്കാരാണ് നല്ല പേരൻസ് എന്ന നിലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് വ്യക്തിത്വത്തെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു രക്ഷാകർതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചിന്തിക്കും നിനക്ക് എന്തറിയാം എന്ന്. നമുക്കാണ് ശരിക്കും പറഞ്ഞാൽ അറിവില്ല എന്ന് തോന്നുന്നത്. കുട്ടികളെപ്പോഴും അറിവുള്ളവരാണ് നമ്മളെക്കാൾ കൂടുതൽ. ഏറ്റവും പുതിയ ടെക്നോളജി പോലും, ഏറ്റവും പുതിയ ഒരു കാർ ഇറങ്ങിയെങ്കിൽ അതറിയുന്നത് നമ്മുടെ വീട്ടിലുള്ള 7ാം ക്ലാസ്സുകാരനോ 8ാം ക്ലാസ്സുകാരനോ ആയിരിക്കും. നമ്മൾ അത്രയും പെട്ടെന്ന് ആ കാറിൻ്റെ നമ്മൾ അറിയണമെന്നില്ല. ഏറ്റവും പുതിയ മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസ് അറിയണമെങ്കിൽ അത് കുട്ടികളായിരിക്കും. ഇപ്പോൾ വാട്സപ്പ് എന്ന് ഞാൻ കേൾക്കുന്നതിന് എത്രയോ നാൾ മുമ്പ് എൻ്റെ മക്കൾ കേട്ടു എന്നുള്ളത് ഞാൻ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന കൊച്ചു പിള്ളേർ, 5ലും 6ലും 7ലും പഠിക്കുന്ന പിള്ളേർ ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുത്ത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് 35, 40 കഴിഞ്ഞ മാതാപിതാക്കൾ അതിനകത്ത് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നമ്മുടെ ഗുരുക്കന്മാരല്ലേ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവം, ഒരു ക്രൗൺ നമ്മുടെ തലയിൽ വെച്ച് തന്നതൊന്നുമല്ല. കുട്ടികളുടെ മുന്നിൽ നിന്നുകൊണ്ട് നീ എത്രയോ വലിയ വ്യക്തിയാടാ എന്ന് ചോദിക്കാനുള്ള മനസ്സിൻ്റെ ആ വലിയ ഒരു ചെറുപ്പമുണ്ടല്ലോ, ആ ചെറുപ്പത്തിലേക്ക് താഴുക എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചെറുതാകാനാണ് ഏറ്റവും പ്രയാസം. ഇത്ര ചെറുതാവാൻ എത്ര വളരണമെന്നുള്ള പാട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ എത്ര വലുതായാലാണ് നമ്മളൊന്ന് ചെറുതായി കൊടുക്കുന്നത്. കുട്ടികളുടെ മുന്നിൽ ഏറ്റവും ചെറുതായി മാറുന്ന ഒരു മാതാപിതാക്കളാണ് ശരിക്കും പറഞ്ഞാൽ കാലം കൊണ്ട് തെളിയിക്കപ്പെടുന്ന അവരുടെ വലിപ്പം എന്ന് പറയുന്നത്. അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ ബൂസ്റ്റ് ചെയ്തില്ലെങ്കിലും വ്യക്തിത്വത്തെ ഇടിച്ച് താക്കാത്ത അവസ്ഥകൾ ഒരുപക്ഷെ ഇവിടെ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു കുട്ടിയായിരുന്നപ്പോൾ ചെറുതാക്കിയ അനുഭവങ്ങൾ, ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഒന്നുമല്ല എന്ന് കാണിച്ചു തന്ന അനുഭവങ്ങൾ,
ഒരു കുട്ടിയായിരുന്നപ്പോൾ എന്നെ ഇച്ചിരിയും കൂടെ ഉയർത്താമല്ലോ എന്ന് കാണിച്ചു തരുന്നത്. ഒരു വലിയ ആശയവുമായി ചെന്നപ്പോൾ എൻ്റെ അപ്പൻ ചൂടുവെള്ളം കോരി മേളിലൊഴിക്കുന്നത് പോലെ ആശയത്തെ തട്ടിത്തെറിപ്പിച്ചത്. വലിയൊരു പ്രൊജക്റ്റുമായി ചെന്നപ്പോൾ ആ പ്രൊജക്റ്റ് നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, നീയാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഓടി മാറ്റിയത് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ രക്ഷാകർതൃത്വം ഒരു സഹയാത്രയുടെ അനുഭവമാണ്. നമ്മളൊക്കെ വന്നതിൽ നിന്നും കൂടുതൽ തിരുത്തി നമ്മൾ കൂടുതൽ തിരുത്തി, അവർ കൂടുതലും തിരുത്തി, അങ്ങനെ വീണ്ടും തിരുത്തലുകൾ ആവശ്യമുള്ള ഒരു സഹയാത്രയുടെ ഭാഗമായി തീരാനാണ് ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ഈ ആശയം നിങ്ങളുടെ മുന്നിൽ ഒന്ന് ചിന്തയ്ക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, കുട്ടികളുടെ മനസ്സ് തുറക്കലിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ് എന്നുള്ളതാണ്. കുട്ടികളുടെ മനസ്സ് തുറക്കലിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരാൾ സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ചെവി മതി, ശ്രദ്ധിക്കാൻ ഹൃദയം വേണം എന്ന് പറയാറുണ്ട്. കേൾക്കാൻ ചെവി മതി, നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ഹൃദയം വേണം. ഒരാളെ നമുക്ക് കേൾക്കാം, പക്ഷെ ഒരാളെ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നവർ എൻ്റെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നെ ചിന്തിക്കുന്നു, ഞാൻ പറയുന്ന ആശയത്തെ ചിന്തിക്കുന്നു. കേൾക്കുന്നവർ അത് കേട്ട് ഈ അന്തരീക്ഷത്തിൽ എവിടെയോ മറഞ്ഞു പോകുന്നു, അത് പിന്നെ ഒരിക്കലും ഓർമ്മപ്പെടുന്നില്ല. കുട്ടികൾ നമ്മുടെ അടുത്ത് തുറന്നു പറയാറുണ്ടോ? മാതാപിതാക്കൾ രക്ഷാകർതൃത്വത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ചോദിക്കും, സാറേ കൊച്ചിൻ്റെ അടുത്തിരുന്ന് കേൾക്കാനൊക്കെ എവിടെയാ സമയം? അവൻ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ എനിക്ക് സമയമില്ല. ക്വാണ്ടിറ്റി ടൈം അല്ല ഉദ്ദേശിച്ചത്, ക്വാളിറ്റി ടൈം. 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ളെങ്കിലും കുറച്ച് സമയം അവൻ്റെ അടുത്തിരുന്നൊന്ന് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കുട്ടികളുടെ മനസ്സ് തുറക്കലിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ്. ശരിക്കും ലിസണിങ് ഈസ് ദ കീ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുണ്ട്. ശ്രദ്ധയാണ് ആശയവിനിമയത്തിൻ്റെ താക്കോൽ. ചില കുട്ടികൾ ഒന്നും സംസാരിക്കത്തില്ല എന്ന് മാതാപിതാക്കൾ പറയും. അവനൊന്നും മിണ്ടത്തില്ല, വീട്ടിൽ വന്ന് പറഞ്ഞാൽ അവളൊന്നും സംസാരിക്കത്തില്ല. ഞാൻ കിഴിഞ്ഞ് ചോദിക്കണം, അതെ, നമ്മളാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ താക്കോൽ. ശരിക്കും തുറന്ന് പറയുമ്പോൾ മനസ്സ് ഹീൽ ചെയ്യപ്പെടും. കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഒരു ഇഫക്റ്റ്. വീട്ടിൽ തന്നെയാണ് നമ്മുടെ കൗൺസിലിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത് പണ്ട്. ഇപ്പോഴാണ് കൗൺസിലിംഗ് സെഷൻസ് പുറത്തൊക്കെ വന്നത്. മാതാപിതാക്കൾ മക്കളെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സൊന്ന് കട്ടി കുറഞ്ഞു വരും. ഈ കേൾക്കുമ്പോഴൊരു വലിയ പ്രശ്നമുണ്ട്. കേൾക്കുമ്പോൾ ഫ്രീ ആയിട്ട് മനസ്സിനെ വിടണം. ഒരു കൊച്ചു നിങ്ങളോട് പറയുക, നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ നിങ്ങളോട് പറയുക, അമ്മേ ഞാൻ ഇന്ന് ഇങ്ങോട്ട് ബസ്സേ വന്നപ്പോൾ എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നും, നീ എന്തിനാ അവിടെ പോയി നിന്നത് എന്ന്. അങ്ങനെയുള്ള ഒരു ഇൻട്രോഗേറ്റീവ് മോഡിൽ, അതല്ലെങ്കിൽ ഇടയ്ക്ക് കയറുന്ന എന്നിട്ട് എന്നുള്ള ചോദ്യങ്ങൾ. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഒത്തിരി വിഷമമായില്ലേ? നിനക്കൊത്തിരി പ്രയാസമായില്ലേ? ഇങ്ങനെയുള്ള ഒരു സംഭാഷണ രീതിയിലേക്ക് ഒരു രക്ഷാകർതൃത്വത്തിൽ മാതാപിതാക്കൾ വരുമ്പോൾ ഒരു ടാപ്പ് തുറന്നു വിടുന്നത് പോലെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇവരുടെ വികാരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. എല്ലാം തുറന്നു പറയും. എല്ലാം തുറന്നു പറയുന്നിടത്ത് മനസ്സിൻ്റെ ഒരു അടുപ്പം കൂടുതലുണ്ട്. നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. പലരും കൗൺസിലിങ്ങിനൊക്കെ പേരൻസ് പറയും, ഇവൻ്റെ മനസ്സിൽ എന്നതാണെന്ന് എനിക്കറിയാൻ മേല, ഇതിന് ഏതവസ്ഥയിലാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, ഇവനിനി ഏതൊരു അപകടത്തിൽ ചേരുമോ എന്ന് എനിക്കറിയാൻ മേല. ശരിക്കും അത് കുട്ടികളുടെ കുഴപ്പമല്ല. കുട്ടികൾ നമ്മുടെ അടുത്ത് മനസ്സ് തുറക്കാത്തത് നമ്മളെ ഭയന്നിട്ടാകാം. ഒരുപക്ഷെ നമ്മളൊരു വിധികർത്താവാകുന്നത് കൊണ്ടാകാം. ചിലതൊക്കെ ആദ്യം തന്നെ നമ്മളങ്ങ് വിധി കൽപ്പിക്കും. നീ പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷേ ഇനി ഇതും കൊണ്ടിരുന്നാലൊന്നും രക്ഷപ്പെടുമെന്ന് തോന്നത്തില്ല. ഒരു വിധികർത്താവിൻ്റെ റോളിലേക്ക് മാറി. നിങ്ങൾക്കറിയാമല്ലോ, രക്ഷാകർതൃത്വം 3 തരത്തിൽ 3 ടൈപ്പുണ്ട് നെഗറ്റീവ് റോൾസ് എന്ന് പറയുന്നത്. ഒന്ന് അതോറിറ്റേറിയൻ അപ്രോച്ചാണ്. അതോറിറ്റേറിയൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, നീ മിണ്ടണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാനിവിടെ തീരുമാനിച്ചോളാം, ഐ ആം ദ ഹെഡ് ഓഫ് ദ ഹൗസ്, ഞാൻ തീരുമാനിച്ചോളാം, അതനുസരിച്ച് നീ അങ്ങ് പ്രവർത്തിച്ചാൽ മതി. രണ്ടാമത്തേത് പാസീവ് എന്ന് പറയും. നീ എന്നാ വേണമെങ്കിൽ കാണിച്ചു, എനിക്കൊരു ചുക്കും വരാനില്ല. നീ പോകുവോ വരുവോ, പ്രാർത്ഥിക്കാതിരിക്കുവോ, ഭക്ഷണം കഴിക്കുവോ കഴിക്കാതിരിക്കുവോ, നീ എന്ത് വേണേലും ചെയ്തോ, എന്നെ അതൊന്നും ബാധിക്കുന്നില്ല. മൂന്നാമത്തേത് ഡുവൽ അപ്രോച്ച് എന്ന് പറയും. ചിലപ്പം ഭയങ്കര അതോറിറ്റേറിയൻ ആയിരിക്കും,
ചിലപ്പം വളരെ പെർമിസീവായിരിക്കും, പാസീവായിരിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. ഈ 3 അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് മനസ്സ് തുറക്കലിലേക്ക് ഇടപെടുന്നെങ്കിൽ നമുക്ക് ആ മനസ്സ് തുറപ്പിക്കാനായിട്ട് പറ്റിയില്ല. കുട്ടികൾ ഏറ്റു പറയാനായിട്ട് പലപ്പോഴും മടിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനത്തിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ കുട്ടികളുടെ ആശയവിനിമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കൈ പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, തോളത്ത് തൊട്ട് സംസാരിക്കുമ്പോൾ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയില്ലാത്ത അത്ഭുത സിദ്ധിയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഏത് മനുഷ്യനും ഇപ്പോൾ തീരുമാനിച്ചാൽ, എന്നെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്താൽ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പം തന്നെ മാറ്റം വരുത്താൻ സാധിക്കുന്ന ചെറിയ ചെറിയ സംഗതികളൊക്കെയാണ്. മകൻ ഞെട്ടിപ്പോകും. മകൻ്റെ അടുത്ത് നിന്ന് തോളെ കൈവച്ച്, മോനെ ഇന്നെന്തൊക്കെയാണ് സംഗതികൾ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോകും. ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആശയവിനിമയത്തിലൂടെ ഈ കൊച്ചിനെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആശയവിനിമയത്തിലൂടെയാണ് നമ്മൾ അപരനെ അറിയുന്നത്. അപരനെ അറിയലാണല്ലോ നമ്മുടെ ഒരു സായുജ്യം എന്ന് പറയുന്നത്. മക്കളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അപരനെ അറിയുന്നതിലൂടെ അവരെ വളർത്തുകയാണ്. അപ്പോൾ വളർത്തുന്ന ഒരു സൗഹൃദം മക്കളുമായിട്ടുണ്ടാക്കാൻ ഈ ആശയവിനിമയത്തിൻ്റെ ശീലങ്ങൾ നമ്മളെ സഹായിക്കും. വളർത്തുന്ന സൗഹൃദം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി വളർത്തലുകൾ ഉണ്ടാകും എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ ഒരു വളർത്തുന്ന സൗഹൃദത്തിലൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരു വളർത്തുന്ന സൗഹൃദത്തിലൂടെ തൻ്റെ മക്കളെ കൂടുതൽ കൂടുതൽ വളർത്തുന്നവരായി മാറാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡോടുകൂടി ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.